ഹലോ എവരിവൺ, നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതുപോലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആലിയ കട്ട് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. കൂടുതൽ പേർക്കും ഈ ഒരു ആലിയ കട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ യോക്ക് പാർട്ട് പെർഫെക്റ്റ് ആയിട്ട് വരാറില്ല എന്ന് കേൾക്കാറുണ്ട്. സ്കേർട്ട് പാർട്ടിൽ ഇതുപോലെ ഫുൾ പ്ലീറ്റ്സ് കൊടുത്ത് നമുക്ക് സിമ്പിളായിട്ടും അതുപോലെ പെർഫെക്റ്റ് ആയിട്ടും ഈ ഒരു ആലിയ കട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ യൂസ്ഫുൾ ആയാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോ കാണാം. ഇവിടെ കോട്ടൺ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. സ്കേർട്ട് പാർട്ടിനും സ്ലീവിനും വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ബാക്ക് പാർട്ടിനും യോക്ക് പാർട്ടിനും വേണ്ടിയിട്ട് ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒരു ലേസും യൂസ് ചെയ്യുന്നുണ്ട്. ആലിയ കട്ടിൻ്റെ ഈ ഒരു പാറ്റേൺ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇവിടെ ഞാൻ ഇതുപോലൊരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. വീനക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത്. യോക്ക് പോർഷനിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുത്തിട്ടുണ്ട്. നോർമലി നമ്മൾ യോക്ക് പാർട്ട് 15 ഇഞ്ചിലാണല്ലോ എടുക്കുന്നത്. അങ്ങനെ എടുത്താൽ നമ്മൾ ആലിയ കട്ടിൻ്റെ ഈ ഒരു കട്ടിങ് വരുന്നത് പെർഫെക്റ്റ് ആയിട്ട് വരില്ല. ഈ ഒരു രീതിയിൽ 15 ഇഞ്ച് ലെങ്ത് എടുത്താണ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആലിയ കട്ടിൻ്റെ യോക്ക് പാർട്ട് ഒരുപാട് മുകളിലേക്ക് കയറി കുർത്തി ഫ്ലോപ്പ് ആവാറുണ്ട്. അതുകൊണ്ട് നോർമൽ സൈസിൽ നിന്നും യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് കൂടുതലാണ് എടുക്കേണ്ടത്. നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് 18 ഇഞ്ച് എടുക്കാം. അതുപോലെ മീഡിയം ഹൈറ്റ് ആണെങ്കിൽ യോക്ക് പാർട്ടിൻ്റെ ലെങ്ത് 17 ഇഞ്ച് എടുത്താൽ മതിയാകും. അതുപോലെ നല്ല ഹൈറ്റ് കുറഞ്ഞവരാണെങ്കിൽ ഈ ഒരു ലെങ്ത് 16-16.5 ഇഞ്ച് മതിയാകും. ഈ ഒരു ഷേപ്പ് കട്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കാം. ഒരു പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ മിഡിൽ പാർട്ടിൽ നിന്നാണ്. ഈ ഒരു ബെസ്റ്റ് പോയിൻറ്റിൻ്റെ മിഡിൽ പാർട്ടിൽ നിന്നും 1/2 ഇഞ്ചും കൂടെ നമ്മൾ ലെങ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഇത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ വീനക്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ നോർമൽ നെക്കിൻ്റെ ഷേപ്പിനേക്കാളും കുറച്ച് ഡീപ്പായിട്ടാണ് ഈ വീനക്ക് കൊടുക്കേണ്ടത്. അപ്പോഴായിരിക്കും അത് കാണാൻ നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുന്നത്. പിന്നെ വീനക്കിൻ്റെ കുർത്തി ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ട് നല്ല ഒതുങ്ങിയിട്ടല്ലേ വരുന്നത്. അങ്ങനെ വരുമ്പോൾ ആം ഹോളിൻ്റെ അവിടെ നമുക്കൊരു കുറച്ച് ടൈറ്റ് ഫീൽ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആം ഹോളിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ നമ്മളൊരു 1/2 ഇഞ്ച് കൂടെ എക്സ്ട്രാ എടുത്ത് കൊടുക്കുന്നുണ്ട്. കട്ടിങ്ങിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ആലിയ കട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കിത് മെറ്റീരിയലിൽ കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. മെറ്റീരിയലിനെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ സൈഡ് ഇവിടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 2 പീസ് കിട്ടിയിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ഫോൾഡ് ചെയ്ത സൈഡിൽ നമുക്ക് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. 18 ഇഞ്ചാണ് ഇവിടെ ലെങ്ത് എടുത്തിട്ടുള്ളത്. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് വരുന്നത് 20 ഇഞ്ചാണ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്താൽ ഈ ഒരു പോയിന്റിൽ നിന്നും താഴേക്ക് 1/2 ഇഞ്ച് സ്ലോപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ വീതി 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ആം ഹോൾ 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റിൽ നമ്മുടെ ചെസ്റ്റിൻ്റെ മാർക്കിംഗ് ആണ് വരുന്നത്. മാർജിനും കൂടെ ചേർത്ത് നമ്മളിവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഇറക്കം 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് വി ഷേപ്പ് വരച്ചെടുക്കാം. 18 ഇഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്ത ഈ ഒരു പോയിന്റിൽ വീതി നമ്മൾ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർജിനും കൂടെ ചേർത്താണ് നമ്മളിവിടെ 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. ഷേപ്പ് മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ 12.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ 2 പോയിൻറ്റിനെയും ജോയിൻ ചെയ്ത് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഒരു കോർണർ പോർഷനിൽ മുകളിലേക്ക് നമുക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ആം ഹോളിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം ഈ 3 പോയിൻറ്റുമായിട്ട് ജോയിൻ ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചെടുക്കാം. അതുപോലെ മിഡിൽ പോയിന്റിൽ നിന്നും 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് ഫ്രണ്ട് ആം ഹോളിൻ്റെ ഒരു എക്സ്ട്രാ മാർക്കിംഗ് കൊടുക്കുന്നുണ്ട്. ഷേപ്പ് മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നെക്ക് പാർട്ടും ഫ്രണ്ട് ആം ഹോളും നമ്മൾ ഈ ഒരു ടൈമിലല്ല കട്ട് ചെയ്യുന്നത്. കുർത്തിയുടെ ബാക്ക് പാർട്ട് നമ്മൾ എലൈൻ മോഡലിലാണ് കട്ട് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയലിനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടാണ് വരുന്നത്. ഓപ്പൺ സൈഡ് ഇവിടെ വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 2 പീസാണ് കിട്ടിയിട്ടുള്ളത്. കുർത്തി നമ്മൾ നല്ല ലെങ്ത്തിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ 51.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീഡിയം ടു ലാർജ് സൈസ് യൂസ് ചെയ്യുന്നവർക്ക് 50 ഇഞ്ച് ലെങ്ത്തിലാണ് കേട്ടോ ഈ ഒരു കുർത്തി നമ്മൾ റെഡിയാക്കുന്നത്.
മാർക്ക് ചെയ്ത പോയിൻറ്റിനെ ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിൻറ്റിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള യോക്ക് പാർട്ടിനെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇവിടെ നിന്നും താഴേക്ക് നമ്മൾ ഇതുപോലൊരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെയായിട്ട് ഈ ഒരു കോർണർ പോർഷനിൽ നമ്മൾ മുകളിലേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം മെറ്റീരിയലിൻ്റെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ചിട്ട് ഈ ഒരു പാർട്ടിനെ ഒന്ന് ജോയിൻ ചെയ്ത് ഷേപ്പ് വരച്ചു കൊടുക്കുന്നുണ്ട്. മാർക്ക് ചെയ്ത പോയിൻറ്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കഴുത്തിൻ്റെ വീതി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്ക് കഴുത്തിൻ്റെ ഇറക്കം 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളൊരു റൗണ്ട് ഷേപ്പ് വരച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ബാക്ക് പാർട്ട് റെഡി ആയിട്ടുണ്ട്, ഇത് മാറ്റി വയ്ക്കാം. യോക്ക് പാർട്ടിൻ്റെ സെയിം ടു സെയിം ആയിട്ട് നമ്മൾ മെയിൻ ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്ക് പാർട്ടും അതുപോലെ ആം ഹോളിൻ്റെ ആ ഒരു എക്സ്ട്രാ മാർക്കിംഗ് ഉണ്ടല്ലോ, അത് ഈ ടൈമിൽ കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് ഇതുപോലൊരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. മെറ്റീരിയലിൻ്റെ ലെങ്ത് വരുന്നത് 40 ഇഞ്ചാണ്. മെറ്റീരിയലിൻ്റെ വീതി ഇവിടെ എടുത്തിട്ടുള്ളത് 66 ഇഞ്ചാണ്. നല്ല പ്ലീറ്റ്സ് കൊടുത്താണ് ഈ ഒരു ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും വിഡ്ത്തുള്ള മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. പ്ലീറ്റ്സ് എത്ര വേണം എന്നനുസരിച്ചാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ വിഡ്ത്ത് എടുക്കേണ്ടത്. 40 ഇഞ്ചിന് മേളിലോട്ട് എടുത്താൽ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ്സിൽ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയലിനെ ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫോൾഡ് ചെയ്ത സൈഡ് ഇവിടെയാണ് വരുന്നത്, ഓപ്പൺ സൈഡ് ഇവിടെ വരുന്നുണ്ട്. ഓപ്പൺ സൈഡിൽ നമുക്ക് 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. സ്ലീവിൻ്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് 19.5 ഇഞ്ചാണ്. വീതി എടുത്തിട്ടുള്ളത് 10.5 ഇഞ്ചാണ്. ഇവിടെ നിന്നാണ് കേട്ടോ നമ്മുടെ മാർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മുകളിൽ നിന്നും താഴേക്ക് 7.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും ഉള്ളിലേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുകളിൽ നിന്നും താഴേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കാം. ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ വീതി 7 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പോയിന്റിനെയും ജോയിൻ ചെയ്ത് നമുക്ക് ഷേപ്പ് വരച്ചെടുക്കാം. ഫ്രണ്ട് ആം ഹോളിലൊരു എക്സ്ട്രാ മാർക്കിംഗ് വരുന്നുണ്ട്. അതിനായിട്ട് ഇതുപോലെ മിഡിൽ പോർഷൻ കണ്ടുപിടിച്ച ശേഷം 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്ത് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഫസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു പോയിന്റിലൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് മിഡിൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം സ്ലീവിനെ ഓപ്പൺ ചെയ്ത ശേഷം ആ ഫ്രണ്ടിലെ എക്സ്ട്രാ മാർക്കിംഗ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ലൈനിങ് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മെയിൻ പാർട്ടിനെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ മെറ്റീരിയലിൻ്റെ നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത ശേഷം നെക്ക് പാർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മിഡിൽ പോർഷനിലായിട്ടൊരു കട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റിച്ച് ഉള്ളിലാക്കിയിട്ട് നമുക്ക് മെറ്റീരിയലിൻ്റെ നല്ല വശം പുറത്തേക്ക് എടുക്കാം. എല്ലാ സൈഡും ലൈനിങ്ങുമായിട്ട് ചേർത്ത് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇവിടെ നമ്മൾ സ്കേർട്ട് പാർട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്കിനി പ്ലീറ്റ്സ് കൊടുക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈനായിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് പ്ലീറ്റ്സ് കൊടുക്കാൻ കുറച്ച് എളുപ്പമാണ്. ഞാനിവിടെ ഈ ഒരു ബ്ലൂ പാർട്ട് ഉണ്ടല്ലോ, ആ ഒരു ബ്ലൂ പാർട്ട് കംപ്ലീറ്റ് ആയിട്ടും മുകളിൽ വരുന്ന രീതിയിലാണ് ഞാൻ പ്ലീറ്റ്സ് കൊടുക്കുന്നത്. ഈ ഒരു പ്രിൻ്റ് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിൽ പോകുന്ന രീതിയിൽ ഞാൻ പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതുപോലെ ഫുൾ പ്ലീറ്റ്സും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കുർത്തി നല്ല ഭംഗിയായിട്ട് വരാനായിട്ട് ഞാൻ ഈ ഒരു പ്ലീറ്റ്സ് തന്നെ ആ ഒരു മെറ്റീരിയൽ ഫുള്ളായിട്ടും കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഈ കൊടുത്ത പോലെ സെയിം രീതിയിൽ നമ്മൾ ഒന്നും കൂടെ ഈ കാണുന്ന പോലെ ഒന്ന് പ്ലീറ്റ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഫുൾ പീസ് നമ്മൾ പ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു പ്ലീറ്റ്സ് കൊടുത്ത് അയൺ ചെയ്തെടുത്തപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ആലിയ കട്ട് ആകുമ്പോൾ സ്കേർട്ട് പാർട്ടിലൊരു ഷേപ്പ് വരുന്നുണ്ടല്ലോ, നമ്മൾ യോക്ക് പാർട്ടിൽ കൊടുത്ത പോലെ തന്നെ ഒരു ഷേപ്പ് സ്കേർട്ട് പാർട്ടിലും വരുന്നുണ്ട്. പക്ഷെ നമ്മളത് ഈ ഒരു സ്കേർട്ട് പാർട്ടിൽ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ല. കട്ടിങ് ടൈമിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് പ്ലീറ്റ്സ് കൊടുത്ത് കൺഫ്യൂഷൻ ആവുന്നതിനേക്കാളും ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതുപോലെ ഈ ഒരു ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനായിട്ട് പ്ലീറ്റ്സ് കൊടുത്തെടുത്ത ശേഷം മെറ്റീരിയൽ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ യോക്ക് പാർട്ടിനെയും നമ്മൾ സെയിം ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ രണ്ടിൻ്റെയും ഫോൾഡ് ചെയ്ത സൈഡ് സെയിം ആയിട്ട് വരുന്ന രീതിയിൽ വച്ച ശേഷം നമുക്കിനി ആ ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്നെ ഈ ഒരു കട്ടിങ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലെ നമുക്കൊന്ന് രണ്ടിൻ്റെയും നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ചിട്ടൊന്ന് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴോട്ടുള്ള ആ ഒരു സ്റ്റിച്ചൊക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. സ്റ്റിച്ച് മാറ്റി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ബുട്ടീക്കിൽ നിന്നൊക്കെ ഡിസൈൻ ചെയ്തെടുക്കുന്ന സെയിം ആയിട്ട് തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ ഒരു പ്ലീറ്റ്സ് കൊടുക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കുമെങ്കിലും ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് കാണുമ്പോഴുണ്ടല്ലോ ഒരുപാട് സന്തോഷമാണ്.
നമ്മളിവിടെ ബാക്ക് പാർട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ നെക്ക് ഒന്ന് ഫിനിഷ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ വെച്ചിട്ട് നെക്ക് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ സ്റ്റിച്ച് കട്ടാവാതെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുത്ത ശേഷം ഈ ഒരു പീസ് കംപ്ലീറ്റ് ആയിട്ടും ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. നെക്ക് പാർട്ട് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫ്രണ്ട് പാർട്ടിനെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. അതിനായിട്ട് സ്ലീവിൻ്റെ എൻഡ് പോർഷൻ ആദ്യം ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ സ്ലീവിനെ നമുക്ക് ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മാർജിൻ കൊടുത്തത് മാർക്ക് ചെയ്ത ശേഷം കംപ്ലീറ്റ് ആയിട്ടും ഷേപ്പ് രണ്ട് സൈഡിലും ഷേപ്പ് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ പാർട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണെങ്കിലും നമ്മൾ അലിയ കട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു ലേസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിനെ കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയപ്പോൾ ആ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഇവിടെ വേറൊരു ലേസ് യൂസ് ചെയ്യുന്നു. ആ ഒരു ലേസിനെ ഇതുപോലെ നെക്ക് പാർട്ടിലും ആ ഒരു യോക്കിൻ്റെ കട്ടിങ് വരുന്നുണ്ടല്ലോ, ആ ഒരു പോർഷനിലും വെച്ച് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആലിയ കട്ട് ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നവർക്കാണെങ്കിലും സ്റ്റിച്ച് ചെയ്തിട്ട് ശരിയായിട്ടില്ലാത്തവർക്കാണെങ്കിലും ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഡ്രസ്സ് റെഡിയായി കിട്ടും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.